നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉള്ള 7 ദിവസത്തെ മേഷാദി എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുന്ന സാമാന്യ ഫല നിരൂപണം നടത്താൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമുക്ക് മേടം രാശിയുടെ ഫലങ്ങൾ നോക്കാം. ഏരീസ് എന്നാണ് അതിൽ ഇംഗ്ലീഷിൽ പറയുക. അശ്വതിയും ഭരണിയും കാർത്തിക കാലും ചേർന്നതാണ്. കാർത്തിക കാല് എന്ന് വെച്ചാൽ കാർത്തികയുടെ 4 പാദങ്ങളെടുത്താൽ അതിലെ ഒന്നാമത്തെ പാദം. ഈ നക്ഷത്രക്കാർക്ക് ജോലി അഥവാ കരിയർ സംബന്ധിച്ച് 11-ൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ. നെറ്റ്വർക്ക് വഴിക്കുള്ള അഥവാ കൂട്ടായ സംരംഭങ്ങൾ മുഖേനയുള്ള പല പ്രവർത്തനങ്ങളും വിജയിക്കുന്നതായിട്ട് കാണാം. ചില പഴയ പരിചയങ്ങൾ പുതുക്കുകയും അത് വീണ്ടും നമ്മുടെ ബിസിനസ്സിലേക്കോ ജോലിയിലേക്കോ ആ ടീം വർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഉയർച്ച ജോലിയിൽ പ്രൊഫഷണൽ ഒക്കെ കാണാൻ കഴിയുന്ന ഒരു കാലമാണ്. പുതിയ അവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ ടീം ലീഡർഷിപ്പിലേക്ക് എത്തപ്പെടും. ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലമാണ് ജോലി സംബന്ധിച്ച് അഥവാ കരിയർ സംബന്ധിച്ച് പ്രൊഫഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ധനപരമായിട്ട് ബോണസ്, കമ്മീഷൻ മുതലായിട്ടുള്ള വഴിയിൽ കൂടെയുള്ള ധനവരുമാനം, അതായത് പ്രധാന വരുമാനം കൂടാതെയുള്ള ചില വരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓൺലൈൻ വഴി ഉള്ള ബിസിനസ്സിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ കൂടെയുള്ള മറ്റു വരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇതിൽ ചില കുറച്ചൊരു ജാഗ്രത വേണം. ചില കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാൻ, ഓൺലൈൻ വഴിയുള്ളതിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഇവിടെ പറയാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവുണ്ടാവും. അതുപോലെ ശിരസ്സ് സംബന്ധിച്ച് ഉള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലചുറ്റൽ മുതലായിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ സ്ട്രെസ് എടുക്കുന്നതുകൊണ്ടാകാം അതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിലെ ഉള്ളവരേക്കാൾ കൂടുതലായിട്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കും. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ ചില അസമാധാനങ്ങൾ അഥവാ ചില പരാതികളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായിട്ടുള്ള ചിന്ത പ്രത്യേകിച്ച് അതുള്ളവർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളിലും മറ്റുമൊക്കെ കുറച്ചുകൂടെ കൂടുതൽ താല്പര്യം കാണിക്കും. അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്ന് ആണ് ഇംഗ്ലീഷിൽ പറയുക. കാർത്തികയുടെ അവസാനത്തെ 3 പാദം. രോഹിണി, മകയിരം 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ജോലി സംബന്ധമായിട്ട് കർമ്മസ്ഥാനത്ത് എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം കർമ്മസ്ഥാനത്ത് 10-ാം ഭാവത്തിൽ വരുന്നതാണ്. നമ്മുടെ പ്രവൃത്തിയെ മേലുദ്യോഗസ്ഥരാൽ ശ്രദ്ധിക്കപ്പെടുന്നു. അഥവാ നമ്മുടെ പ്രൊഫഷനിൽ മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ ശ്രദ്ധിക്കുന്നു. അതൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ചില അലട്ടലുകൾ ഒക്കെ ഉണ്ടാവുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ തൻ്റെ സ്ഥാനം ഒരു ടീമാണെങ്കിൽ ആ ഒരു ടീം ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടാകാനും അത് ഉറപ്പിക്കാനും അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനപരമായിട്ട് ഒരു സ്ഥിര വരുമാനം തുടർന്ന് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ചില ദീർഘകാല നിക്ഷേപങ്ങളെപ്പറ്റി ചിന്തിക്കും. അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് അവർക്ക് തൊണ്ട, കഴുത്ത് മുതലായിട്ടുള്ള സംബന്ധിച്ച് അഥവാ വോയിസ്, ശബ്ദം സംബന്ധിച്ച ചില രോഗങ്ങൾ ഉണ്ടാകാം. അഥവാ അങ്ങനെയുള്ളവർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ വളരെ സന്തോഷകരമായിരിക്കും. തനിക്കും അതുപോലെ മറ്റു കുടുംബാംഗങ്ങൾക്ക് അഭിമാനമുണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എന്നാൽ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ജോലിയും കുടുംബവും തമ്മിലുള്ള അഥവാ ജോലി സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ അതും കുടുംബത്തിലെ ബന്ധങ്ങൾ തമ്മിൽ ഒരു വേണ്ടത്ര ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടാകാതെ വരികയും ഒരു ഇംബാലൻസ് ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ചില പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മകയിരം 1/2, 1ഉം 2ഉം പാദങ്ങൾ. അവസാനത്തെ 1ഉം 2ഉം പാദങ്ങളും
തിരുവാതിരയും പുണർദത്തിൽ മുക്കാല്, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും വരുന്നത്. ലഗ്നത്തിൽ വ്യാഴവുമുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നത്, അതുപോലെ എക്സ്പോർട്ട് ബിസിനസ്, മറ്റും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുക, അങ്ങനെയുള്ള കച്ചവടങ്ങളിൽ ജോലി ചെയ്യുക, കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ പഠനം സംബന്ധിച്ച് വിദ്യാഭ്യാസം മുതലായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്ക്, ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കും, നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് യാത്ര വേണ്ടി വരും. ആ യാത്ര കൊണ്ടുണ്ടാകാവുന്ന കൂടുതലായിട്ടുള്ള ധനവ്യയം കുറച്ച് വേണ്ടി വരും. എന്നാൽ ഈ വ്യയം കൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കണക്കാക്കാവുന്നതാണ്. യാത്ര നടത്തി കൊണ്ടുണ്ടാകുന്ന ചിലവ് കൊണ്ട് ഭാവിയിൽ അതുകൊണ്ട് മറ്റു ചില ദീർഘകാലത്തേക്കുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നാഡീ സമ്മർദ്ദം ഉണ്ടാവുക, ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ബ്ലഡ് പ്രഷറും മറ്റുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൂടാനുള്ള സാഹചര്യം, സാധ്യത ഉണ്ട് ഗ്രഹസ്ഥിതി അനുസരിച്ച്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് മുതിർന്നവരുടെയും മറ്റും ഉപദേശം കൂടെ കേട്ട് വേണം കുടുംബകാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ. പെട്ടെന്ന് എടുത്തു ചാടി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകാവുന്ന ചില ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കോൺസെൻസസ് ഓഫ് മൈൻഡ്, അതായത് സ്വന്തം കുടുംബത്തിലെ അച്ഛനമ്മമാർ, പ്രത്യേകിച്ച് മുതിർന്നവർ എല്ലാവരും തന്നെ അവരുമൊക്കെ ആയിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചില പ്രയാസങ്ങളും ദുരിതങ്ങളും കുടുംബത്തിൽ ഉണ്ടാക്കാൻ, കലഹങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം, ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ജോലി അഥവാ അവരവരുടെ പ്രവൃത്തി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഷ്ടമസ്ഥാനത്താണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും രാഹുവും, ഈ പറയുന്ന ഗ്രഹയോഗങ്ങളൊക്കെയും അഷ്ടമത്തിൽ അഥവാ ദുരിതസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവർക്ക് ഓഫീസിലും മറ്റും പല ദുരിതങ്ങളും പല പ്രയാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. തനിക്കെതിരെ ചില ഗൂഢാലോചനകൾ വരെ വന്നേക്കാവുന്നതാണ്. സെയിം പ്രൊഫഷനിലുള്ളവർ അഥവാ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരിൽ നിന്നും മറ്റും. എന്നാൽ രഹസ്യ ജോലികൾ ചെയ്യുന്നത്, അതായത് ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ പോലീസ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് ഓഫീസിലാണെങ്കിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്ന് പ്രത്യേകം മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില നെഗറ്റീവ്സ്, ചില കഷ്ടനഷ്ടങ്ങൾ അതുമൂലം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് ചില പഴയ കുടിശ്ശികകൾ ഉണ്ടായിരുന്നത് തിരിച്ചു കിട്ടാം. എന്നാൽ നഷ്ടങ്ങളും സംഭവിക്കാം. അതുകൊണ്ട് ധനപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല. ആരോഗ്യപരമായിട്ട് പല കാര്യങ്ങളെപ്പറ്റിയും തീവ്രമായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകും. അതുകൊണ്ട് ഉറക്കക്കുറവും ഉണ്ടാകും. ശരീരം പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില രോഗങ്ങളിലേക്ക് തന്നെ രോഗങ്ങൾ വരെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകും. ചില സംശയങ്ങളും ഒക്കെ ഉണ്ടാകും. അത് സ്വന്തം വാക്കിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സ്വൈര്യമില്ലായ്മ അഥവാ കലഹം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് വാക്ക് മുഖാന്തരം ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങളോ അതിൽ നിന്നുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളോ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം, ഈ നക്ഷത്രക്കാരെയാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത്. ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില പങ്കാളിത്തത്തോടുകൂടി പാർട്ട്ണർഷിപ്പ് ബിസിനസ്, അതുപോലെ രണ്ടോ അതിലധികമോ പേര് ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന ചില കരാർ ഉടമ്പടി ജോലികൾ, അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആണ് പ്രധാനമായിട്ട് വന്നു ചേരുക. അത് വളരെ സൂക്ഷിച്ച് അത് സംബന്ധമായിട്ടുള്ള രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. വഴക്കുകളോ കോടതി വ്യവഹാരങ്ങളോ ഒക്കെ നേരിടാൻ സാധ്യത ഉള്ള കാലമാണ്.
ധനപരമായിട്ട് അവനവൻ്റെ വരുമാനം സ്ഥിരമായിട്ട് പോകും, ചില നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. എന്നാൽ പങ്കാളിയുടെ വരുമാനം ഉണ്ടാവുകയും അത് തനിക്ക് അനുഗുണമായിട്ട് അതാത് സമയത്ത് വന്നു ചേരുകയും ചെയ്യും എന്ന് പറയാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഹൃദയ സമ്മർദ്ദം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിയുന്നത്ര തർക്ക വിതർക്കങ്ങൾ, വാഗ്വാദങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഈ രോഗം അഥവാ രോഗമുള്ളവർക്ക് ആ രോഗം കൂടുതൽ ആകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് സ്വന്തം ഈഗോ പ്രദർശിപ്പിച്ചുകൊണ്ട് ഉള്ള വാക്കുകളെ കൊണ്ട് ഉള്ള ചില കുഴപ്പങ്ങൾ അഥവാ പ്രയാസങ്ങൾ ജീവിതത്തിൽ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. കഴിയുന്നത്ര തർക്കങ്ങൾ ഒഴിവാക്കുക, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക എന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളും വഴക്കുകളും പരസ്പര വിദ്വേഷവും ഒക്കെ വളർന്നു വരാൻ സാധ്യത ഉള്ള കാലമാണ്. കന്നിക്കൂറാണ്, വിർഗോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ ഉള്ള നാമം. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ അത്തം, ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് 6ാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ. ബുധൻ, ശുക്രൻ, ചൊവ്വ, രാഹു, ഈ ഗ്രഹങ്ങളൊക്കെയും 6ാം സ്ഥാനത്തും 7ൽ ശനിയും ആണ്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനത്തിൽ കൂടെ വന്നു ചേർന്ന ശത്രുതകളും മറ്റും ഇല്ലാതാകാൻ അഥവാ അത് നിഷ്പ്രഭമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില എഴുത്ത് പരീക്ഷകൾ, സർക്കാർ വക ടെസ്റ്റുകൾ, അതുപോലെ ഇൻ്റർവ്യൂ, ഇതിലൊക്കെയും മത്സരത്തോടുകൂടി നടക്കുന്ന കാര്യങ്ങളിലൊക്കെയും വിജയം, ശത്രുക്കളെ തോൽപ്പിച്ച് അവനവന് വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ പ്രവർത്തന മേഖലയിൽ, നമ്മുടെ ഓഫീസ് ജീവിതത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്, അതുപോലെ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന മറ്റ് ഇതര മേഖലകളിലൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുണ്ടാകുന്ന ചില കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട്, അതുപോലെ കാര്യങ്ങളെ വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് ബോധ്യപ്പെടുത്തുന്നതിനുള്ള നിങ്ങളുടെ കഴിവ് അത് സഹപ്രവർത്തകരുടെ ഒരു അഭിനന്ദനം, അതുപോലെ നമ്മുടെ ഹയറപ്സിന്, എംപ്ലോയേഴ്സിന് അത് നിങ്ങളുടെ ആ കഴിവിനെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് ചില അസൂയകളും ഒക്കെ സ്വന്തം ഓഫീസിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമായിട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു പ്രൊഫഷണൽ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻഡിങ്ങായിട്ട് നിർത്തി വച്ചിരിക്കുന്നതായിട്ടുള്ള പ്രൊജക്റ്റുകളോ ചില പ്രത്യേക ഫയലുകളോ ഇതൊക്കെയും സോർട്ട് ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. ധനപരമായിട്ട് കടബാധ്യതയുള്ളവർക്കത് കുറയ്ക്കാൻ പറ്റുന്ന സമയമാണ്. ധനാഗമ മാർഗങ്ങൾ തുറന്നു വരും. മെഡിസിൻ അഥവാ ആശുപത്രി സംബന്ധിച്ചുള്ള ചില ചിലവുകളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവെ ചിലവ് കൂടുന്നതായിട്ട് കാണാം. ദീർഘകാലമായിട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അതിൽ ഫെർദർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയമല്ല. എല്ലാ തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കും ഒരു ജാഗ്രതയോടുകൂടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അജീർണം ഉണ്ടാവുക, അതായത് വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുക, ദഹന പ്രക്രിയയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുക, അസിഡിറ്റി ഉണ്ടാവുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമം ശരിയായ രീതിയിൽ നിർണ്ണയിച്ച് അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രോഗം വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. കുടുംബത്തിൽ ചില അഭിപ്രായ ഭിന്നതകളും ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. സഹോദരങ്ങൾ തമ്മിലും മറ്റ് ബന്ധുക്കൾ തമ്മിലും ഉള്ള സഹായത്തോടു കൂടി ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ അഥവാ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ സ്വന്തം ഉത്തരവാദിത്വം കുറച്ചുകൂടെ കൂടുതലായിട്ട് അനുഭവപ്പെടും. പിന്നെ മക്കളുടെ പഠനം സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് ഇവർക്ക് ദുർഗാ സപ്തശതി പാരായണം ചെയ്യുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുകയും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. ചിത്തിര അര അവസാനത്തെ 2 പാദം, ചോതി വിശാഖം 3/4, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്.
തുലാക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ. ബുധൻ, ശുക്രൻ, സൂര്യൻ, കുജൻ മുതല എല്ലാ ഗ്രഹങ്ങളും, രാഹു, ഈ ഗ്രഹങ്ങളൊക്കെയും 5-ാം ഭാവത്തിൽ വരുന്നു. ബുദ്ധി ശക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വളരെ ഉയർച്ച, അതായത് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അധ്യാപനം, മീഡിയ സംബന്ധിച്ചുള്ള ജോലികൾ, ഡിസൈൻ മേഖലയിൽ ഉള്ള ജോലികൾ, ഇവയിലൊക്കെ കൂടുതൽ ഒരു ശക്തി പ്രാപിക്കുന്നതായിട്ടും അംഗീകാരങ്ങൾ കിട്ടുന്നതായിട്ടും കാണാവുന്നതാണ്. പുതിയ ആശയങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന പുതിയ ആശയങ്ങൾ നമ്മുടെ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നവർ ഒക്കെ കൂടുതൽ അതിൽ താല്പര്യമുണ്ടാവുകയും അതുകൊണ്ട് കൂടുതൽ അംഗീകാരങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ധനപരമായിട്ട് ഈ സൃഷ്ടിപരമായിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞതായിട്ടുള്ള തരത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകും. എന്നാൽ അത് ചില സ്പെക്കുലേഷൻ ഒക്കെ ചെയ്യുന്നവർ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെന്നാൽ അതിൽ ചതി പറ്റാൻ സാധ്യത ഉണ്ട്. ആരോഗ്യപരമായിട്ട് ഉറക്കം ക്രമീകരിക്കേണ്ടതാണ്. മാനസിക അവസ്ഥ സൂക്ഷിക്കേണ്ടതാണ്. മാനസിക ഒരു സന്തുലനം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് ഇല്ലാതെ വരാനും അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനും സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ഒരു നല്ല അന്തരീക്ഷമായിരിക്കും. കുട്ടികൾക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്നും ഒക്കെ ഉള്ള സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ദാമ്പത്യത്തിലും സ്നേഹവും പരസ്പര വിശ്വാസവും ഒക്കെ വർദ്ധിക്കും. വീട്ടിലെ ചില സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഭദ്രകാളിക്ക് പൂജ നടത്തുക, അഥവാ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, ദർശനം മുതലായിട്ടുള്ളവ ചെയ്യുന്നതും, ലക്ഷ്മി സ്തവം ജപിക്കുക മുതലായിട്ടുള്ളതും വളരെ നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട, ഈ നാളുകാർക്കാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. ഇവരുടെ 4-ാം ഭാവത്തിൽ ഒരു ഗ്രഹങ്ങളുടെ യോഗം, ബുധ, ശുക്രാദി, സൂര്യൻ മുതലായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു യോഗം ഉണ്ട്. ഇത് സംബന്ധിച്ച് നോക്കിയാൽ ചില അനുഭവങ്ങളിൽ ഓഫീസ് മാറ്റം വരുത്തേണ്ടി വരിക. അത് സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അതല്ല അവരവരുടെ പ്രവർത്തന മേഖല ഒന്ന് മാറി മറ്റൊന്നിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരിക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലും ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നുകൂടും. അതുപോലെ തന്നെ വീടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ വേണ്ടത്ര ബാലൻസ് ചെയ്യാൻ പ്രയാസം വരും. അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അതുപോലെ നമ്മുടെ സ്ഥലം, ഭൂമി, പ്രോപ്പർട്ടി മുതലായിട്ടുള്ള കാര്യങ്ങൾ, വാഹനം, ഇതൊക്കെ സംബന്ധിച്ച് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കും. അത് വിൽക്കുക, ക്രയവിക്രയം ചെയ്യുക എന്ന് മറ്റൊന്ന് സ്വീകരിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വീടിന് വേണ്ടി വരുന്ന പണി അഥവാ അതിൻ്റെ നവീകരണം സംബന്ധിച്ചുള്ള ചിലവുകളൊക്കെ കുറച്ച് കൂടിയെന്നിരിക്കും. എന്നാൽ ഇത് ദീർഘകാലത്തേക്ക് ഒരു നേട്ടമുണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കാം. അതിൽ നിന്ന് ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു നഷ്ടമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ആരോഗ്യപരമായിട്ട് മനസ്സിന് ഉത്കണ്ഠ കുറച്ച് കൂടുതലാകും. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ആയതുകൊണ്ട് ചില നെഞ്ചരിച്ചിൽ പോലെയുള്ള അസുഖങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് മാതൃഭാവത്തിൽ ഉള്ളവരുമായിട്ടുള്ള ബന്ധം കൂടുതലാകും. അവരുടെ അനുഗ്രഹം, മാതാമഹി, മുതലായിട്ടുള്ള ആ ബന്ധത്തിൽ വരുന്നവരുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വീട്ടിൽ ദാമ്പത്യത്തിലും മറ്റും ചില സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകും. ചില പഴയ കുടുംബ വിഷയങ്ങൾ സംസാരത്തിൽ വീണ്ടും ഉയരും. അത് സംബന്ധിച്ച് വാഗ്വാദങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ചൊരു സഹന ശക്തിയോടുകൂടി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നേരിടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തിങ്കളാഴ്ച ദിവസം ശിവദർശനം നടത്തുക, ശിവന് ധാര നടത്തുക, പ്രത്യേകിച്ച് പാല് കൊണ്ടുള്ള
ധാര നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഇനി പറയാനുള്ളത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ എൻ്റെ പേര്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രക്കാർക്ക് എഴുത്ത് സംബന്ധിച്ചുള്ള അതുപോലെ സെയിൽസ് മേഖലയിൽ ഒക്കെയുള്ള ജോലി ചെയ്യുന്നവർക്ക്, ആ തരം ബിസിനസ് ചെയ്യുന്നവർക്ക് ചില നേട്ടങ്ങളുണ്ടാകും. അതുപോലെ യാത്ര കൊണ്ട് നേടേണ്ട ഫലങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്നതാണ്. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും, സ്ഥിരമായിട്ടുള്ള ലാഭവും പ്രതീക്ഷിക്കാം. എന്നാൽ വലിയ സ്പെക്കുലേഷനിലേക്കൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സഹോദരന്മാർ അഥവാ സഹോദര സ്ഥാനത്ത് വരുന്നവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് കുറച്ചൊന്ന് സൂക്ഷിച്ച് ആലോചിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് ഇവർക്ക് തോളിൽ അഥവാ കൈ മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ വേദന ഉണ്ടാവുക, അങ്ങനെ രോഗങ്ങളുള്ളവർക്ക് അത് കൂടാൻ സാധ്യത ഉണ്ട്. കുടുംബത്തിൽ സ്വന്തം സഹോദരന്മാരുടെ ഒരു പിന്തുണയുണ്ടാവും. കുടുംബകാര്യങ്ങളിൽ ഒന്നിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ചില സംഘർഷങ്ങളും ഒക്കെ അയവ് വരുന്നതായിട്ട് കാണാം. വീട്ടിൽ കൂടുതൽ ചർച്ചകൾ ചെയ്ത് തീരുമാനിക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടതായിട്ടുള്ള ഒരു ഉത്സാഹവും ഒക്കെ വീട്ടിൽ സംജാതമാവുകയും ചെയ്യും. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ ഭജനം നല്ലതാണ്. ഹനുമാൻ ചാലീസ ജപിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്ര ദർശനം, അവിടെ വെണ്ണ നിവേദ്യം, ഇതൊക്കെയും, അതോടൊപ്പം തന്നെ ശിവഭജനവും ശിവസഹസ്രനാമം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാട് നടത്തുക, ഇതൊക്കെയും നല്ല ഫലങ്ങൾ തരാൻ പര്യാപ്തങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിന് കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ അത് പറയുക. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, അതായത് 2, 3, 4 പാദങ്ങൾ ചേർന്നത്. തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 ഭാഗങ്ങൾ ചേർന്നതാണ് മകരക്കൂറുകാർ. ഇവർക്ക് ലഗ്നത്തിൽ 2ാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും അതുപോലെ ബുധശുക്രന്മാരും ഒക്കെ ഉണ്ട്. വാക്ക് മൂലം ഉള്ള ചില പ്രശ്നങ്ങൾ, വാക്ക് പറഞ്ഞ് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ അവർക്ക് അനുഭവത്തിലേക്ക് വരാവുന്നതാണ്. കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ തന്നിലേക്ക് വന്നു ചേരും. എന്നാൽ അതിലൊക്കെ കുറച്ച് സംഘർഷമുണ്ടാകും. അത് വാക്ക് വളരെ പ്രത്യേകം നിയന്ത്രിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ബിസിനസ്സോ ജോലിയോ പ്രൊഫഷനോ എന്താണെങ്കിലും അതിലൊക്കെ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടവർക്ക് വരുമാനം ഉയരും. എന്നാൽ അതോടൊപ്പം തന്നെ കുടുംബച്ചെലവിൽ കൂടുതൽ വരുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദം ഉള്ളവർക്കത് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തലവേദന, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ തൻ്റെ വാക്കിന് വില വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ തൻ്റെ തന്നെ ചില കടുത്ത വാക്കുകൾ മൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ കുടുംബത്തിലുണ്ടാകും. അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ പിതാവുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം. കടുപ്പത്തോടു കൂടിയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് ചുരുക്കുക. ആത്മവിശ്വാസത്തോടുകൂടി അവധാനതയോടുകൂടി കുടുംബത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവന് എള്ളെണ്ണ സമർപ്പിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസം ശനിക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും ഒക്കെ നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും ചതയവും പൂരാരുട്ടാതി മുക്കാലും 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ലഗ്നത്തിൽ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ചൊവ്വ, ഇത്രയും ഗ്രഹങ്ങൾ ലഗ്നത്തിലാണ്. ഇവർക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ചില ജീവിതചര്യകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ചിന്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചിന്തകളുണ്ടാകും. കരിയറിലും ചില പുതിയ തീരുമാനങ്ങൾ, നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നെറ്റ്വർക്ക് അഥവാ ഒന്നിച്ചു ചെയ്യുന്ന, പലർ കൂടി ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ബിസിനസ്സോ ജോലിയോ അതിലൊക്കെ കുറച്ച് ഉയർച്ച ഉണ്ടാകാൻ
സാധ്യതയുണ്ട്. ധനപരമായിട്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ മേഖലയിൽ നിന്ന് നേട്ടമുണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ഒരു സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങൾ അഥവാ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടത്ര സമയം കൊടുക്കുകയും അതും കൂടെ പരിഗണിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിന്ത കൂടുതലാകുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം കുടുംബത്തിൽ വർത്തിക്കാൻ. ഇവർക്കും ശനിക്ക് വേണ്ട പരിഹാരങ്ങൾ, ശനിഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള ശാന്തി കർമ്മങ്ങൾ അഥവാ നവഗ്രഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. ഇതൊക്കെ നല്ലതാണ്. എള്ള് ദാനം ചെയ്യുന്നതും എള്ള് കിഴി ശാസ്താവിന് സമർപ്പിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അടുത്തത് മീനക്കൂറാണ്. അക്വാരിസ് എന്നാണ് അതിന് പറയുന്ന പേര്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ് മീന രാശിയിൽ വരുന്നത്. ഇവരുടെ ലഗ്നത്തിലെ ആണ് ശനി, അതായത് കണ്ടകശനിയും ഏഴരശനിയും കൂടെയുള്ള കാലമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾ അഥവാ അങ്ങനെയുള്ള ഇടപാടുകൾ സംബന്ധിച്ച ജോലി ചെയ്യുക, ആശുപത്രി മുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ആത്മീയ മേഖലയിൽ വർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ കുറച്ച് നല്ല അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ എല്ലാവർക്കും തന്നെ ഈ രാശിക്കാർ, ഈ മീനൻ രാശിയിൽ വരുന്നവർക്ക് പൊതുവേ കണ്ടകശനിയുടെയും ഏഴരശനിയുടെയും ദുഷ്ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു ഒറ്റപ്പെടൽ തോന്നും. അത് കഴിയുന്നത്ര മാറാൻ വേണ്ടിയിട്ട് സമൂഹവുമായിട്ട് അഥവാ അവർ അനുവർത്തിച്ചിരിക്കുന്ന ജോലികളും ആ ജോലിയായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് കൂടുതൽ സഹവർത്തിത്വത്തോടു കൂടി കഴിയാൻ ശ്രമിക്കേണ്ടതാണ്. ധനപരമായിട്ട് ചിലവ് ഇവർക്ക് ഈ ആഴ്ച വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില കണക്കുകൾക്ക് പിശക് വന്നിട്ട് അതിൻ്റെ പേരിലുണ്ടാകാവുന്ന ചില വിമ്മിഷ്ടങ്ങൾ മറ്റുള്ളവരുമായിട്ടും കൂടെ ജോലി ചെയ്യുന്നവരോ അവർ ജോലി ചെയ്യുന്ന കമ്പനിയായിട്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കണക്കുകളൊക്കെ ശരിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം. ആരോഗ്യപരമായിട്ട് കാല് സംബന്ധിച്ച്, മുട്ട് സംബന്ധിച്ച്, പാദങ്ങൾ സംബന്ധിച്ച് ഒക്കെയുള്ള ചില രോഗങ്ങൾ വരാൻ, അതുപോലെ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ആശയവിനിമയം, അതായത് പരസ്പരം ഉള്ളറിഞ്ഞ് ഉള്ള സംസാരം അത് കുറയാൻ സാധ്യതയുണ്ട്. ഇവരുടെ അച്ഛനമ്മമാർ അഥവാ കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിലും ചില പ്രയാസങ്ങളുണ്ടാകും. അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദാമ്പത്യപരമായിട്ട് ചില അകലങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് ശനി ശനിയുടെ കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ള കാലമാണ്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ പോവുക അഥവാ ശാസ്താവിൻ്റെ സഹസ്രനാമ ജപം നടത്തുന്നതും ശിവന് അഭിഷേകാദികൾ നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പഞ്ചാക്ഷര മന്ത്രം നമഃശിവായ എന്ന മന്ത്രം ദിവസേന ജപിക്കുന്നതും നല്ല ഫലങ്ങൾ ഉണ്ടാകും. നമസ്കാരം.